ഭാഷയുള്ള കാലത്തോളം ഭാഷ ഇല്ലാതാകുന്ന കാലം വന്നാൽ അതിനുമപ്പുറം MT ഓർമ്മിക്കപ്പെടുമെന്നാണ് പലരും ഓർമ്മിച്ചത്. എന്നും മനുഷ്യപക്ഷത്ത് നിന്ന ചുറ്റുപാടും കണ്ട മനുഷ്യരുടെ കഥകളെ ലോക സാഹിത്യത്തിൻ്റെ നഭസിൽ പ്രതിഷ്ഠിച്ച MTയെ കൂടുതൽ എഴുത്തുകാരും സഹപ്രവർത്തകരും ഓർക്കുന്നു. സനാതനമായ മൂല്യങ്ങൾക്ക് കാലികമായ മൂല്യം നൽകി കാലത്തെ അതിജീവിച്ച സൃഷ്ടികൾ ഒരുക്കിയ എഴുത്തുകാരനെന്ന MK സാനു. സനാതനമായ മൂല്യങ്ങൾക്ക് കാവ്യത്തിൻ്റെ മാധുര്യം നൽകി സനാതനമായ ഭംഗിയോടുകൂടി കാലത്തെ അതിജീവിക്കത്തക്ക തരത്തിൽ സൃഷ്ടിച്ച ഒരു ശില്പിയാണ്, സാഹിത്യ ശില്പിയാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അനുജനെ പോലെ പ്രിയപ്പെട്ടവനാണ് MT എന്ന ലീലാവതി ടീച്ചർ. താൻ മരിക്കുമ്പോൾ 2 വാക്ക് പറയേണ്ടിയിരുന്ന MTയുടെ വിയോഗത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് ദുര്യോഗം. ഞാൻ വിട പറയുമ്പോൾ എന്നെപ്പറ്റി 2 വാക്ക് പ്രതികരിക്കേണ്ടിയിരുന്ന ഒരാൾ വിട പറയുന്ന ഘട്ടത്തിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ദുര്യോഗമാണ്. സമ്പൂർണമായൊരു ജീവിതം ജീവിച്ച മഹാജീവിതമെന്ന സാറാ ജോസഫ്. സാഹിത്യത്തിൽ മാത്രമല്ല MT കേരളീയ സാമൂഹിക ജീവിതത്തിൽ അതിനിർണായകമായ ഇടപെടലുകൾ നടത്തി. നമ്മുടെ നാട് അദ്ദേഹത്തോടുള്ള കടപ്പാട്, അദ്ദേഹത്തോടുള്ള നന്ദി, അദ്ദേഹത്തോടുള്ള സ്നേഹം, ആദരവ് ഇത് പ്രകടിപ്പിക്കുന്നൊരു വേളയാണ് ഇത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസമ്പന്നമായിരുന്നു, സമ്പൂർണമായിരുന്നു എന്നും നമുക്ക് പറയാം. ഇടപെട്ട മേഖലകളിലെല്ലാം സ്വന്തം കാലം സൃഷ്ടിച്ചയാളായിരുന്നു MT എന്ന് MN കാരശ്ശേരി. MT സാഹിത്യത്തിലും സിനിമയിലും പത്രപ്രവർത്തനത്തിലും സാംസ്കാരിക മേഖലയിലൊക്കെ തൻ്റെ കാലം സൃഷ്ടിച്ച ഒരാളാണ്. 6 പതിറ്റാണ്ടിന്റെ അടുപ്പം ചെറിയ അടുപ്പമല്ല എന്ന് മാത്രമേ സേതു പറഞ്ഞുള്ളൂ. അതിലാ നഷ്ടത്തിന്റെ എല്ലാ ആഴവും ഉണ്ടായിരുന്നു. എന്തായാലും MT വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ അടുപ്പമായിരുന്നു. 6 പതിറ്റാണ്ട് കാലത്തെ അടുപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ അടുപ്പമൊന്നുമല്ല. മലയാളം നിലനിൽക്കുന്നയിടത്തോളം കാലം MT ഉണ്ടാകും. അദ്ദേഹത്തിന് മരിക്കാനൊക്കില്ല. മൃതശരീരം കാണാൻ പോകില്ലെന്നും KL മോഹനവർമ്മ. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയില്ല, മരിച്ചയാളെ കാണാൻ പോവുകയില്ല. എന്താണെന്ന് വെച്ചാൽ മരിച്ചയാളെ കാണാൻ പോകേണ്ട നമ്മുടെ അവസാനം ഇരിക്കുന്ന ആ കണ്ണുകളായിരിക്കും, മരണത്തിൻ്റെ കണ്ണുകൾ. മരിച്ച MTക്ക് മരിക്കാനൊക്കില്ല എൻ്റെ കാര്യത്തിൽ. താൻ അറിയാത്ത ചെറുപ്പക്കാരെ പോലും MT എഴുത്തുകാരായി വളർത്തി. ഏറ്റവും വലിയ അക്ഷരകർമ്മം നിർവഹിച്ച പുണ്യാക്ഷര പുരുഷനായിരുന്നു MT എന്ന മധുസൂദനൻ നായർ. സാഹിത്യം, കല, സംസ്കാരം, സംഘാടനം തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും എങ്ങനെയാണ് പുതിയ തലമുറയെ ദൂരെ ഇരുന്നു കൊണ്ടുപോലും അവർ പോലും അറിയാതെ പ്രചോദിപ്പിച്ച് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് പ്രകാശിപ്പിക്കുന്നത് എന്ന കല അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. കേരളത്തിന് പാഠപുസ്തകമായി എന്നും അദ്ദേഹം ഉണ്ടാകുമെന്ന് KR മീര. MT ഒരു പാഠപുസ്തകം പോലെ, ഒരു കേസ് സ്റ്റഡി പോലെ നമ്മുടെ മലയാളത്തിന് മുമ്പിൽ, കേരളത്തിന് മുമ്പിൽ എന്നും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു ഡെക്കോറം പാലിച്ച മറ്റ് എഴുത്തുകാരില്ല. ആത്മാഭിമാനം പണയപ്പെടുത്താത്ത എഴുത്തുകാരനായിരുന്നു MT എന്ന KP രാമനുണ്ണി. ഇടപെട്ട എല്ലാ രംഗത്തും വിജയിക്കാൻ കാരണം MTയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷ ഘടകമായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ആ സുഹൃതം നഷ്ടപ്പെട്ടു. 5 വോട്ടിനധികം തോറ്റുപോയി. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ ആത്മാഭിമാനം പണയപ്പെടാതെ ഒരു മത്സര രംഗത്ത് നിൽക്കേണ്ടത് എന്നതിൻ്റെ മാതൃകയാണ് അദ്ദേഹം കാണിച്ചത്. MT എഴുതിയ സിനിമകളുടെ ഭാഗമാകാനായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന ഷാജിയൻ കരുൺ. ഹരിഹരൻ MT കൂട്ടായ്മയിൽ ഈ നവക്ഷരങ്ങളും പഞ്ചാഗ്നിയും ഉണ്ടായിരുന്നു. എൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാഷ മരിച്ചാലും MT ബാക്കി നിൽക്കും. അമരന്മാരുടെ ജീവിതമാണ് MT എഴുതിയതെന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ. ഏകാന്തമായ വിഷത്തെ അമൃതാക്കി തന്നതാണ് അദ്ദേഹത്തിന്റെ രചനകൾ. MT മരിക്കുകയില്ല. ഭാഷ മരിച്ചാലും MT ബാക്കി നിൽക്കും. കാരണം അമരന്മാരുടെ ജീവിതമാണ് MT രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ സ്നേഹത്തിനെതിരായി വന്ന എല്ലാത്തിന്റെയും എതിർപക്ഷത്തായിരുന്നു MT എന്ന പ്രഭാവർമ്മ.
മനുഷ്യസ്നേഹത്തിൻ്റെ ഉദ്ഗാതാവായിരുന്നു എല്ലാ അർത്ഥത്തിലും എം ടി. ആ മനുഷ്യസ്നേഹത്തിന് ഹാനികരമായി വരുന്ന എന്തിൻ്റെയും എതിർപക്ഷത്തായിരുന്നു എം ടി എന്നും തന്നെ നിലകൊണ്ടത്. വാഗ്ദേവതയുടെ പുരുഷാവതാരത്തിന് അക്ഷരം കൊണ്ടും കണ്ണീര് കൊണ്ടും അന്ത്യാഞ്ജലി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.